സുദീപിന്റെ ഇഷ്ടങ്ങളെപ്പറ്റി വർണ്ണിച്ചതിൽ ആശങ്കപ്പെടുന്ന ജലജ. അവർ അത് ഭാനുവുമായി പങ്കുവെക്കുന്നു. സുദീപിന്റെ കൂടെ ബൈക്കിൽ പോകുന്ന ജയസുധ. അത് കണ്ട് വിഷമിച്ചു നിൽക്കുന്ന ശ്രുതി. സുദീപുമായുള്ള ശ്രുതിയുടെ വഴിവിട്ട ബന്ധത്തെപ്പറ്റി ശ്രുതിയോട് സംസാരിക്കുന്ന ജലജ. ശ്രുതിയുമായുള്ള സുദീപിന്റെ അതിരുകടന്ന റിലേഷൻഷിപ്പ് തനിക്ക് ഇഷ്ടമല്ല എന്ന് സുദീപിനോട് പറയുന്ന ജയസുധ. സുദീപിനെ കാണാൻ വരുന്ന സിറിൽ. ഇനി തുടർന്ന് കാണുക. ഈ സ്വപ്നം പോവണിയോ? കല്യാണ ഡേറ്റ് നിനക്ക് അറിയാലോ അല്ലേ? എനിക്കങ്ങനെ തോന്നുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞിരിക്കുക. ബാലു പതുക്കെ റിക്കവർ ആകുന്ന ലേറ്റസ്റ്റ് ന്യൂസ്. അതിനിപ്പോ നിനക്കെന്ത് ടെൻഷൻ? നീ ഇപ്പൊ രാസലീലയിലെ മന്മഥനല്ലേ? മന്മഥൻ. എടാ, ഞാനിപ്പോ ഉറങ്ങാറില്ല. ഭ്രാന്ത് പിടിച്ചിരിക്കുക. ഭ്രാന്ത്. ഈ ചുഴലിക്കകത്ത് പെട്ട പോലെ, ചുറ്റിയടിക്കുന്ന കാറ്റില്ലേ, അതുപോലെ. സിറിൽ, നീ എന്താ ഈ പറയുന്നേ? ഇഷ എവിടെ നിന്ന് ഒരു പിടിയില്ല. നിനക്കെന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയായിരുന്നോ? ആരോടെങ്കിലും സുഹൃത്തുക്കളോട് വിളിച്ച് ചോദിച്ചോ അവളുടെ കാര്യം? എടാ, എനിക്കെന്ത് വിവരം കിട്ടാനാ? ഞാൻ ആരുമായിട്ട് ഒരു കണക്ഷൻസ് ഇപ്പൊ ഇല്ല. അവൾ എന്തായാലും എന്നെ വിളിക്കില്ലെന്ന് നിനക്കറിയില്ലേ? എങ്ങനെയാ പിരിഞ്ഞെന്ന് നിനക്കറിയാം ഇല്ലേ? അറിയാം, എനിക്കറിയാം. ഇപ്പൊ ഇഷ എവിടെയുണ്ടെന്നുള്ള കാര്യവും എനിക്കറിയാം. ഞാൻ കാണിച്ചു തരണോ? തൊട്ട് കാണിച്ചു തരാം. ഈ കയ്യെത്തും ദൂരത്ത്, കണ്ണെത്തും ദൂരത്തുണ്ടവൾ. വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൂരത്തുണ്ടവൾ. നീ എന്തായി പറയുന്നത്? എവിടെ ഇഷ? ഈ നഗരത്തിലുണ്ട്. എന്റെയും നിന്റെയും കൺവെട്ടത്തുണ്ടവൾ. ആകാശത്തിലെ കഴുകനെ പോലെ കണ്ണടയ്ക്കാതെ ഞാനിങ്ങനെ റാഗി പറക്കുക. പുല്ലിനെയും പുഴുവിനെയും വരെ സ്കാൻ ചെയ്ത് വിത്തിൻ ഷോർട്ട് ടൈം ഇഷ എന്റെ കൺവെട്ടത്തെത്തും. ദാ നിന്റെ ജയസു നിൽക്കുന്ന പോലെ നിന്റെ കൺമുൻപിൽ കൊണ്ട് നിർത്തിത്തരാം ഞാൻ ഇഷയെ. സിർല പറയുന്നേ. നിന്നെക്കാളും ആവശ്യം ഇപ്പൊ എനിക്കാണല്ലോ. ചെല്ല്, നിന്റെ പെണ്ണ് കാത്തിരിക്കുന്നു. അവൾക്കറിയില്ലല്ലോ ഇത് നിന്റെ രണ്ടാം കെട്ടാണെന്ന്. കട്ടിലൊന്നും പറയണ്ട മണിയറയ്ക്ക്. 4 നല്ല വെള്ള ഡ്രസ്സ് വാങ്ങിച്ചു വെച്ചോ, ആവശ്യം വരും. വണ്ടി തിരിച്ചിട്ടുണ്ട് ബാംഗ്ലൂർന്ന്. മുകളിൽ ബീക്കൺ ലൈറ്റ് വെച്ച വണ്ടിയിൽ ഏമാമാര് വരുന്നുണ്ട് ബാംഗ്ലൂർന്ന്. നീ പേടിക്കണ്ട, ഞാനുണ്ട് നിന്റെ കൂടെ. ഞാനേ ഉള്ളു നിന്റെ കൂടെ. നീ ചെല്ല്. ചെല്ലടാ. ബൈ. ഓക്കെ, ബൈ. ചെയ്യോ? നമുക്ക് ഇറങ്ങാം. വാ. എടോ, ആ ഫോണൊന്നും എടുക്കടോ. മനുഷ്യനെ വെറുതെ ടെൻഷൻ അടിപ്പിക്കാൻ. ഇയാളൊന്നിങ്ങ് വന്നേ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ് മോർണിംഗ്. ഇയാളെ ശ്രുതി ഒന്ന് വിളിച്ചു നോക്കടോ. ശ്രുതി മാം വന്നിട്ടില്ല സർ. ഇതെന്തുട്ടാ ഇത്? ഇത് ഡെയിലി സ്റ്റേറ്റ്മെന്റാ. സാധാരണ ഇത് ആരെ കാണിക്കാറ്? ശ്രുതി മാമിനെ. ആണല്ലോ. അതെ. അപ്പൊ ശ്രുതിയെ കാണിക്കൂ. അല്ല, ശ്രുതി മാം വന്നിട്ടില്ല സർ, എത്തിയിട്ടില്ല. എടോ, ഒന്ന് വിളിച്ചു നോക്കടോ. ഓക്കെ. എടുത്തുണ്ടോ? ആ ടി വി ഒന്ന് ഓൺ ചെയ്യേ. എന്തുട്ടടോ ഇത്? ആ കേബിളിന്റെ റിമോട്ട് ഒന്ന് ഓൺ ചെയ്യൂ. വയ്ക്കോ. ഓക്കെ സർ.
റെക്കോർഡ്സ് നോക്കി ക്ലിയർ ചെയ്യണം. പെട്ടെന്ന് വേണം. വരുന്നുണ്ട്. നേരത്തിനും കാലത്തിനൊന്നും വരില്ല. അതിന് നമ്മൾ തെറിയേക്കണം. താനൊന്നും വേണ്ടാൻ പോണ്ട. അവസാനം നമ്മൾ വഴിയേക്കേണ്ടി വരും. ഗുഡ് മോർണിംഗ് മാം. എടാ ജോസഫേ, 2 ദിവസമല്ലടാ നിന്നെ കണ്ടിട്ട്. നീ ഇതെവിടെ പോയി കിടക്കണേ? ഞാൻ ദുബായിക്ക് പോവാ. എനിക്ക് ഒന്നാന്തരം ഒരു ജോലി കിട്ടി. എന്തുട്ട്? എനിക്ക് നല്ല പണി കിട്ടിയെന്ന്. എവിടെ? ദുബായില് ഒരു അറബിയുടെ കമ്പനിയിലാ. തന്റെ ഓട്ടോ കമ്പനി ഒന്നും എനിക്ക് ഡാ. മനുഷ്യന്മാര് ജോലി ചെയ്യണം അവിടെ. നീ വായ മൂടിട്ടാ. നീ പെട്ടെന്ന് വാ. മൂക്കി കയറ്റുവാ. നീ എന്താണ് വിചാരിച്ചത്? ഒരു കമ്പനി, ഓട്ടോ ഡാ. കമ്പനി, വലിയൊരു ജയന്റെ സ്റ്റൈൽ ഷർട്ടും കൂളിംഗ് ഗ്ലാസും. 2 ദിവസമായിട്ട് ഇവിടുത്തെ പണി മുഴുവൻ പെൻഡിംഗ് ആണ്. പെട്ടെന്ന് വന്നേ. അവിടെ ബംഗാളീസിനെ കിട്ടും. അവരെ വെച്ച് പണി ചെയ്യിക്കടാ കോപ്പേ. എനിക്ക് ഒന്നാന്തരം പണിയാ കിട്ടിയത്. എവിടെ പണി? എന്ത് പണി? എടാ ഞാൻ പറഞ്ഞില്ലേ ദുബായിലാണെന്ന്. നിനക്ക് ഓ, ചെവി കേൾക്കൂലേ? പിന്നെ ദുബായിലേ. താനെന്ന് വെച്ചിട്ട് പോടേ. എനിക്ക് വേറെ ജോലിയുണ്ട്, മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. ഡാ, ദുബായിന് തിരിച്ചു വരുവാടാ. അന്ന് എന്റെ വീട്ടിലെ സെക്യൂരിറ്റി നീ ആയിരിക്കും. മനസ്സിലായോ? വായ മൂടറാ. ഒരു ചാമ്പ്യല്ലേ? വലിയ കാശുകാരൻ വന്നിരിക്കുന്നത്. നീ എന്താ കാശ് കണ്ടത്? എടാ ഒരു കെട്ടിനോട്ട് നീ ആദ്യമായിട്ട് നീ കണ്ടത് എന്തുട്ടാ വിചാരിക്കണേ? നീ ആരെ കിളിക്കത്തിലെ ഇന്നസെന്റാ? വേണ്ടട്ടാ, നീ പോയിട്ടേക്ക് തിരിച്ചു വരും. ഞാൻ പോയിട്ട് വരൂടാ. സുൽത്താനായിട്ട് വരും. എന്നിട്ട് നിന്നെ കാണുകയും ചെയ്യും. ഹേയ്, ജോസഫിന് ഇത് എന്തുട്ടാ സംഭവിച്ചേ? എന്താടോ ഇത്? കുറച്ച് ഉത്തരവാദിത്തം വേണ്ടേ? തന്റെ ആ ഫോൺ എടുത്ത് നോക്കിയേ. 1000 കോളെങ്കിലും കാണൂലോ. അറ്റൻഡ് ചെയ്യാനുള്ള സാമാന്യ മര്യാദയെങ്കിലും ഒന്ന് കാണിച്ചു വിടറോ. ഞാനെന്തുട്ടാ വേലയും കൂലിയില്ലാതെ ചുമ്മാ ഇങ്ങനെ കറങ്ങാണെന്ന് വിചാരിച്ച? എന്തുട്ടത് സ്വപ്നങ്ങള്? എടോ, തന്നോട് ഞാൻ പറഞ്ഞല്ലേ അങ്ങോട്ട് പോണ്ടെന്ന്. ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ പെൻഡിങ് അറിയോ? എടോ, ഇതുവരെ ടാക്സിന്റെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടില്ല. ഇതിപ്പോ ഏതാം മാസം? ഇന്ന് തീയതി എത്രയെന്നറിയോ? താനിങ്ങനെ ബന്ധു വീട്ടിൽ സൽക്കാരത്തിന് നടന്നാൽ മതി. ഈ 2 ദിവസത്തിനുള്ളിൽ തീരേണ്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് തനിക്കറിയോ? ആ ഗോപാലകൃഷ്ണ മേനോന്റെ കോൺട്രാക്ട് താൻ ഡീൽ ചെയ്തോ? അയാളിപ്പോൾ വിളിച്ചിരുന്നു. ആ അറക്കലെ ബേബിച്ചന്റെ ലിക്വിഡ് ഡെപ്പോസിറ്റ് താൻ സറണ്ടർ ചെയ്തോടോ? തിരുവനന്തപുരത്ത് PWD കൊടുക്കേണ്ട ഡീഡ്സ് താൻ തയ്യാറാക്കിയ? ഇങ്ങനെ 100,000 കാര്യം കിടക്കുമ്പോഴാ തൻ്റെ ഒരുമാതിരി കറക്കം. താനിനി അവന്റെ പ്രോപ്പർട്ടി കാര്യം ഡീൽ ചെയ്യണ്ട. ഞാനത് എഞ്ചിനീയർ ജയചന്ദ്രനെ കൊണ്ട് ഡീൽ ചെയ്യിച്ചോളാം. താനത് വിട്ടേക്കടോ. താൻ ബാക്കിയുള്ള കാര്യം നോക്കിയാൽ മതി. തീർന്നോ? എന്തുട്ട്? അല്ല, കാര്യം മനസ്സിലായി. ഓരോന്നോരോന്നായിട്ട് മറുപടി പറഞ്ഞാൽ മതിയോ, അല്ലേ അവസാനം ഒറ്റവാക്കി പറഞ്ഞാൽ മതിയോ? ഇയാള് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞോ? അല്ല, ഈ കാണിച്ച പരാക്രമം മുഴുവൻ ഞാൻ അങ്ങനെ കൂടെ ബൈക്കിൽ കയറി പോയതിന്റെ അല്ലേ? എനിക്കറിയാം. അതെ, ഞാൻ താമസിക്കാനൊന്നല്ലല്ലോ പോയത്. പിന്നെ ടാക്സിന്റെ മുഴുവൻ കാര്യങ്ങളും സാറിന്റെ മെയിൽ ഐഡിയിലുണ്ട്. സാൻജോ അതൊന്നും ചെയ്ത സമയത്തിന് നടക്കില്ലെന്നറിയാം. അതൊന്ന് ഒപ്പിട്ട് കൊടുത്താൽ മാത്രം മതി. പിന്നെ ഗോപാലകൃഷ്ണ മേനോനും അറക്കൽ ബേബിച്ചനും ആരും വിളിക്കില്ല. ഒക്കെ റെഡിയാക്കി സാറിന്റെ മെയിലിൽ തന്നെ ഉണ്ട്. പിന്നെ സുദീപിന്റെ കോൺട്രാക്ട് ഞാൻ ചെയ്തില്ലെങ്കിൽ വേണ്ട, എനിക്ക് ഒരു പരാതിയുമില്ല. പിന്നെ സാറ് കുറച്ചുകൂടി ഒന്ന് ഉത്തരവാദിത്തം കാണിക്കണം. ഈ ചാക്ക് പോലെ 2 ആൾക്ക് കയറുന്ന കുപ്പായം ഇട്ട് ഈ കസേരയിലിരുന്നിങ്ങനെ കറങ്ങിയാ പോരാ. ജോലി ചെയ്യണം. ഇന്നൊരു മീറ്റിംഗ് ഉണ്ട് 12:30. അറിയാവോ? ഇന്നലെ 2 തവണ വിളിച്ച് ഓർമ്മിപ്പിച്ചതല്ലേ? വെറുതെ സ്റ്റാഫുകളെ കൊണ്ട് പറയിപ്പിക്കരുത് അഴകിയ മുതലാളിയാണെന്ന്. എന്തേ അഴകിയ? അത് കൊള്ളാട്ടാ. വാ, താനൊരു കാര്യം ചെയ്യ്. ഇങ്ങോട്ടിരുന്നോ, ഞാൻ അവിടുന്ന് മാറിത്തരാം. എന്നിട്ട് വേണം ഞാൻ. എന്താണ്? സാർ ഇരിക്കേണ്ട കസേരയില് സാർ ഇരിക്കുന്നത് തന്നെയാ നല്ലത്. അങ്ങനെ ചെയ്യാത്തതാണ് കുഴപ്പം. ഞാൻ ഇരുന്നോളാം. ഓ, എന്തുട്രാ ജോസഫേ? ഞാൻ എയർപോർട്ടിൽ നിന്ന് വിളിക്കുന്നത്. ഞാൻ പോവാ. ഓ, നീ എവിടെയെങ്കിലും പോയി തോലടോ. അതിനു മുമ്പ് 2 വാക്കുകൾ പറയാൻ. മേലെ എന്റെ ഫോണിലേക്ക് വിളിച്ചേക്കല്ലേട്ടാ. അയ്യോ, ഞാൻ എന്റെ ലഞ്ച് ബോക്സ് വെച്ച് മറന്നുപോയി. എവിടെ പോയി? സുദീപിന്റെ
ബുള്ളറ്റിൽ വെച്ച്. ആ അതവിടെ വെച്ച് മറക്കൂടോ. വിളിച്ചു നോക്ക്. ആളോട് പറയണം ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് ഇവിടെ വന്ന് സൈൻ ചെയ്യാൻ. ഉച്ച കഴിഞ്ഞാൽ ഞാൻ ഫ്രീ അല്ലേ? ഹലോ, ആം, സുദീപ് സാർ അല്ലേ? സുദീപാണ്. അതെ, എഗ്രിമെന്റിന്റെ കാര്യം ഇന്ന് ഓഫീസിൽ വന്നൊന്ന് സൈൻ ചെയ്യണം. നാളെ മുതൽ സാർ ഔട്ട് ഓഫ് സ്റ്റേഷനാണ്. അത് ഇന്ന് തന്നെ ചെയ്യണം, ബിഫോർ 3 o'clock. ഒരു അരമണിക്കൂറിൽ വരാം. അതെ, വരുമ്പം എന്റെ ലഞ്ച് ബോക്സ് ഉണ്ട് വണ്ടിയിൽ, അതുകൂടി ഒന്ന് എടുക്കണം. വണ്ടിയിൽ ലഞ്ച് ബോക്സോ? അതെ അതെ, വണ്ടിയുടെ ഫ്രണ്ടിലുണ്ട്. ഹലോ, ഇത് അവളുടെ അല്ലേ? ഇതെന്തിനാ സുദീപേട്ടൻ കൊണ്ടു നടക്കുന്നത്? ഇതുകൊണ്ട് കായലി കളയാൻ പോവാ. അതൊന്നും കളയണ്ട, ഞാൻ എങ്ങും പോകുന്നില്ല. ഞാനത് വീട്ടിൽ സുദീപേട്ടാ. കൊടുത്താ ഓഫീസിലോട്ട് പോവാനല്ലേ? അവൾ ഇല്ല. അവിടെ നിന്നെങ്ങാനും കഴിച്ചോളൂ. ഞാനത് കൊടുത്തോളാം വീട്ടിലോട്ട്. ഇങ്ങ് തരാൻ. പിന്നെ ജയസുദയെ കണ്ട് ബോധ്യപ്പെട്ടതെനിക്ക് ഏതോ നാത്തൂൻ പെണ്ണ് കാണാൻ പോയതുപോലെ താനും ചെക്കൻ്റെ ഒപ്പം അങ്ങോട്ട് പോയിട്ട് ആ മഹാകാളി വാളെടുത്ത് അരിഞ്ഞില്ലേ തൻ്റെ തല. ഇതെങ്ങനെ അരിഞ്ഞു തള്ളാൻ പറ്റിയ തലയല്ലല്ലോ അരുൺ സാറേ. അരിയേണ്ടവനല്ലേ കൊണ്ടുപോയത്. ഡോ താൻ ഈ POK എന്ന് കേട്ടിട്ടുണ്ടോ? പോക്ക് എന്നല്ല, അതെന്താ പുതിയ സാധനം? POK അതായത് പാക് ഓക്യുപൈഡ് കാശ്മീർ. എന്നുവെച്ചാൽ നമ്മുടെ രാജ്യത്തെ അന്യരാജ്യക്കാരൻ്റെ സ്ഥലം. അതുപോലുള്ളൊരു സ്ഥലത്ത് താൻ പോയിട്ട് വന്നു സാരം. വെടി നിർത്തൽ പ്രഖ്യാപിച്ച അതോ അടുത്ത വെടിക്കുള്ള കൊടി ഉയർത്തിയ? ലക്ഷണം കണ്ടിട്ട് യുദ്ധത്തിനുള്ള കൊടി ഉയർന്നെന്നാ തോന്നുന്നത്. ജയസുധയുടെ അമ്മ അവരുടെ ആങ്ങളമാരെയും അമ്മാവന്മാരെയും ഇറക്കി എന്നെ തുരത്തുന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കാര്യങ്ങൾ കയറി അങ്ങോട്ട് മുറുകുമല്ലോ. ഒരു കാര്യത്തിൽ തന്നെ എനിക്ക് പ്രശംസിക്കാതെ തരയില്ല. അവനെ അവന്റെ കുടുംബത്തെയും താൻ തന്റെ വരുതിക്ക് കൊണ്ടുവന്നിട്ടാ. ഞാൻ എൻ്റെ ജീവിതത്തിൽ അധികം ആഗ്രഹങ്ങളൊന്നും കൊണ്ട് നടന്നിട്ടില്ല സർ. വളരെ കുറച്ച് ആഗ്രഹങ്ങൾ. ഇല്ലെന്ന് പറയുന്നതാവും ശരി. പിന്നെ എൻ്റെ ജീവനോളം ഞാൻ ആഗ്രഹിച്ചതായിരുന്നു അവനോടൊപ്പമുള്ള ജീവിതം. അതിങ്ങനെ തകർന്ന് തരിപ്പണായപ്പോൾ അതിൽ നിന്നുള്ളൊരു വാശിയില്ലേ. ജീവിതം അവന് മാത്രമല്ലല്ലോ, എനിക്കുമില്ലേ. എനിക്ക് മനസ്സങ്ങടെ കരങ്ങിട്ട ആ പ്രോപ്പർട്ടിയിലെ സീൻ കണ്ടിട്ട് താനിങ്ങനെ അവനോട് ചേർന്ന് നിന്ന് ഓരോന്നും വിവരിച്ചു കൊടുത്തപ്പോ ആ പരമനാരയ്ക്ക് തന്നെ പോലൊരു കിടാവിനെ എങ്ങനെ വേണ്ടെന്ന് വെക്കാൻ തോന്നിയെന്ന് ചിന്തിച്ചു പോടോ. ഒരു സത്യം പറയടോ, തനിക്ക് അവൻ്റെ അടുത്ത് ചേർന്ന് നിന്നപ്പോ തൻ്റെ മനസ്സ് വല്ലാണ്ടെങ്കിൽ വേദനിച്ചു അല്ലേ? കേടോ, അവനെ വണ്ടി കയറ്റി അരച്ചാലെന്ന് വിചാരിക്കാം ഞാൻ. എനിക്കൊന്നും പിടിച്ചിട്ടുള്ളൂ. മനസ്സെന്നൊന്നില്ലേ സർ. എത്ര താഴ്ത്തി താഴ്ത്തി വെച്ചാലും അത് പൊങ്ങി പൊങ്ങി വരും. മുറിച്ചു മാറ്റാൻ കഴിയില്ലല്ലോ. അതങ്ങനെയാണ്. എന്തുട്ടാണോ ആലോചിക്കേണ്ടെന്ന് കരുതുന്നത് അതിങ്ങനെ സ്പ്രിങ് പോലെ ചാടി ചാടി വന്നുകൊണ്ടിരിക്കും. ചില നേരം അത് വല്ലാത്ത എനർജിയാട്ടാ. വെറുക്കാനും വൈരാഗ്യം വളർത്താനും അതൊരു മരുന്ന് പോലെ ഗുണം ചെയ്യും. അതുപോട്ടെ. സാർ, എന്തുട്ടോ മേഡത്തെ കാണാൻ രണ്ടുപേരും വെയിറ്റ് ചെയ്യുന്നു. അമ്മൂടി നീട്ടി വളർത്തിയാളാ? ഏയ് അതല്ല, ഇത് വേറെ. മേഡത്തെ സീറ്റിൽ കാണാത്തതുകൊണ്ട് അവിടെ വെയിറ്റ് ചെയ്യുക. എന്നാ പിന്നെ വെയിറ്റ് ചെയ്യാൻ പറയേ. ഓ ശരി സാർ. ന്യൂസ് പിടിക്കാൻ വന്നാണ്. എടോ, താൻ കുറച്ച് നേരിട്ട് നമ്മുടെ ക്യാബിനിലിരിക്കല്ലേ, തിരക്കാൻ വന്നാണ്. അതുപോട്ടെ. താൻ ആ മീറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അത് നമ്മുടെ ട്രസ്റ്റിൻ്റെ കേട്ടോ. എടോ, ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ അപ്പൻ്റെ പേരിലാണ്. ഇടത് കൈ കൊടുക്കണത് വലത് കൈ അറിയരുതെന്നല്ലേ കർത്താവ് പറഞ്ഞിരിക്കണേ. അതുകൊണ്ട് ആരോടും പറഞ്ഞിട്ടില്ലൊന്നും.
ആ പിന്നെ വൈകിട്ട് 4 മണി കഴിയുമ്പോൾ ഇയാളൊന്ന് ഫ്രീ ആവണം കേട്ടോ. എന്താ സർ? അതൊരു സസ്പെൻസടോ. ആ ഓക്കെ. സുധി ആ ഒന്നുകൂടോ. അല്ല ഈ ടിഫിൻ ബോക്സ് അല്ലേ? ടിഫിൻ ബോക്സ് അല്ല, ലഞ്ച് ബോക്സാ. ലഞ്ച് ബോക്സാ കൊണ്ടുവരില്ലേ? എപ്പോഴാ? ഞാൻ വിളിക്കാം. ഷെഫിൻ, ഈ പ്ലാൻ ഇവിടെ വെച്ചേക്ക്. ക്ലയന്റിനെ കാണിക്കാനുള്ളതാ. ആ എക്സ്ക്യൂസ് മീ. യെസ് മാഡം. ഫയൽസ് ഒക്കെ എന്റെ ക്യാബിനിലോട്ട് കൊണ്ടുവന്നാൽ മതി. Okay, ഞാൻ madam. അവിടെ തന്നെ ഉണ്ടാവും. ശരി. ഓക്കെ. എനിക്ക് മിസ്റ്റർ അരുൺ തോമസ് ഒന്ന് കാണണമല്ലോ. എന്താ സർ കാര്യം? ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യാനുണ്ടായിരുന്നു. സുദീപ് സാർ അല്ലേ? സാർ ഇപ്പൊ പുറത്തേക്ക് പോയതേ ഉള്ളൂ. CRM കണ്ടാ മതിയോ? CRMോ? അതാരാ? ശ്രുതി മാഡം. ഓക്കെ. സാർ ഒന്ന് വെയിറ്റ് ചെയ്യൂ. ആ സർ, നമ്മുടെ കോട്ടപ്പടിയിലെ സുധാകര മേനോന്റെ കൺസ്ട്രക്ഷൻ അല്ലേ? സർ ജസ്റ്റ് എ സെക്കൻഡ്, ഒന്ന് നോക്കട്ടെ. ഫയൽ നമ്പർ 22081 അല്ലേ? ആ, അതിന്റെ കോർപ്പറേഷൻ ക്ലിയറൻസിന്റെ സൈറ്റിലാവും. ഇല്ല, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എക്സ്ക്യൂസ് മീ, മാഡത്തിനെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു. ആരാണ്? വൺ മിസ്റ്റർ സുദീപ്. വരാൻ പറയും. സർ ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് അങ്ങോട്ട് വിളിക്കാം. ദാ അവിടെയാ. ഇവിടെയാണോ? വാട്ടർ കണക്ഷന് ഇലക്ട്രിസിറ്റി ഒക്കെ ഞങ്ങൾ ഏറ്റു. യാ ഷുവർ. നിങ്ങളുടെ ട്രസ്റ്റാണ് ഞങ്ങളുടെ അസറ്റ്. വിത്ത് പ്ലഷർ, എപ്പോൾ വേണമെങ്കിലും വരാം. അത് ഞാൻ മെയിൽ ചെയ്ത് തരാം. അയ്യോ, ചെക്ക് വേണ്ട. ബെറ്റർ ടു ഡു RTGS. ഞങ്ങൾക്ക് ഈസി ബാങ്ക് ട്രാൻസാക്ഷൻ ആണ്. ഓക്കെ സർ, വിത്ത് പ്ലഷർ. ഒരു ബ്ലാക്ക് ക്യാഷ് ഇടപാടും ഞങ്ങൾക്കില്ല. ആ, എപ്പോൾ വേണമെങ്കിലും വരാം. സോറി. ഓക്കെ, MDയോട് നേരിട്ട് പറഞ്ഞാൽ മതി. ചെക്ക് വേണ്ട, ബാങ്ക് ട്രാൻസാക്ഷൻ മതി. ഞങ്ങൾക്ക് ഈസി അതാ. അങ്ങനത്തെ ഒരു ബ്ലാക്ക് ക്യാഷ് ഇടപാട് ഞങ്ങൾക്കില്ല. സോറി സർ, MDയോട് നേരിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, താങ്ക് യു. ഇരിക്കൂ. വൺ സെക്കൻഡ്. ഹലോ. ആ സർ, അവർ വിളിച്ചിരുന്നു. അത് ഞാൻ ഡീൽ ചെയ്തിട്ടുണ്ട്. അക്കൗണ്ടിലേക്ക് അവരൊരു 40 lakhs ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. സാറിപ്പോൾ വരും. ആള് വെയിറ്റിംഗിലാ. ഓക്കെ സർ. ഓഫീസിലേക്കുള്ള വഴി കണ്ടെത്താൻ ബുദ്ധിമുട്ടിയോ? ഇതൊക്കെ എനിക്കറിയാവുന്ന സ്ഥലങ്ങളാ. ഇവിടുത്തെ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ വളരെ ട്രാൻസ്പെറന്റ് ആണ്. എല്ലാം ബാങ്ക് ട്രാൻസാക്ഷൻ മുഖേനയാണ്, ത്രൂ ബാങ്ക്. അല്ലാതെ യാതൊരു ഇടപാടും ഡ്രീം കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിനില്ല.
ടോട്ടൽ പ്രോജക്ട് കോസ്റ്റിന്റെ 60% അതിന്റെ DD or RTGS. ഫെയിമിന്റെ പേരിലോ അക്കൗണ്ടിന്റെ പേരിലോ കോൺട്രാക്ട് സൈൻ ചെയ്ത് ഓഫീസ് കോപ്പി നിങ്ങൾക്ക് ലഭിക്കുന്ന അന്നോ അതിന്റെ അടുത്ത ദിവസവും അത് ക്രെഡിറ്റ് ചെയ്യണം. പിന്നെ വളരെ വേണ്ടപ്പെട്ടവർക്ക് ഈ വ്യവസ്ഥകളിൽ നിങ്ങൾ കുറച്ച് ലീനിയൻസി കാണിക്കും. എനിക്ക് ലീനിയൻസ് ഒന്നും വേണ്ട. അത്തരത്തിലുള്ള യാതൊരു പരിഗണനയും ആരുടെ ഭാഗത്തുനിന്ന് എനിക്ക് വേണ്ട. 85 ലക്ഷം രൂപയാണ് മൊത്തത്തിലുള്ള കോസ്റ്റ്, എക്സ്ക്ലൂഡിംഗ് എക്സ്റ്റേണൽ എക്സ്റ്റൻഷൻസ്. 2400 സ്ക്വയർ ഫീറ്റ് വീടിന്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് ആണ്. സുദീപ് സാറിന് ഏറ്റവും ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് പണിയുന്നത്. ദാറ്റ് മീൻസ് കമ്പനിക്ക് യാതൊരു പ്രോഫിറ്റും ഇല്ലെന്നർത്ഥം. പിന്നെ കോമ്പൗണ്ട് വാൾ, ഗേറ്റ്, അതിനോടനുബന്ധിച്ചുള്ള മറ്റു കാര്യങ്ങൾ അതൊക്കെ അഡീഷണൽ ആണ്. താങ്ക്സ് ഫോർ യുവർ ഓഫേഴ്സ്. കമ്പനി നഷ്ടം സഹിച്ച് യാതൊന്നും ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല. ഡു യുവർ ബിസിനസ്. ഇനി നിങ്ങളുടെ വർക്കിന് പുറത്ത് മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതിന് ചാർജ് എക്സ്ട്രാ. അത് എത്രയാന്ന് പറ. Are you financially sound? ഒന്നിച്ചിത്രയും കാശ് സുദീപ് സാറിന് താങ്ങൂ? വീടിന്റെ കാശൊക്കെ അത്യാവശ്യം കയ്യിലുണ്ട്. ബാക്കി ഐ ക്യാൻ. എന്റെ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ, ഐ മീൻ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. നോ, അത്രയ്ക്ക് പടുകുഴിയിലേക്കൊന്നും ഞാൻ വീണിട്ടില്ല.